വിഷു ഇങ്ങ് അടുക്കാറായില്ലേ? നമുക്ക് കണി വെക്കണമെങ്കിൽ ഈ വിളക്കൊക്കെ ഒന്ന് നല്ല ഷൈനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് കേട്ടോ. ഹാപ്പി പ്ലാനറ്റ്സിൻ്റെ നമ്മൾ ഇപ്പോൾ ഈ പീതാംബരി പിന്നെ ധാര എന്നൊക്കെ ഞാൻ അതൊക്കെയായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത് ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇന്നലെ ഞാനിവിടെ ഒരു ഷോപ്പല്ല, ഒരു ഷോപ്പിംഗ് മോള് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ദ കുഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. മറ്റേത് ഭയങ്കര എന്താ പറയുക, സ്മെല്ല് ഭയങ്കര ടോക്സിക്കാണ്. ഇത് നോൺ ടോക്സിക് അത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഷൈനിങ് ഒക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു തന്നത് ഇങ്ങനത്തെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഇതൊന്ന് നനച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വിളക്ക് നോക്കാം. വെറുതെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, പണ്ട് നമ്മൾ വിഷുവൊക്കെ ആകുമ്പോൾ ആ സമയത്ത് ഈ വിളക്ക് ക്ലീൻ ചെയ്യുന്നത് ഞാനും അമ്മമ്മയും കൂടിയായിരുന്നു. അമ്മമ്മ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛമ്മ, പക്ഷെ ഞാൻ വിളിക്കുക അമ്മമ്മ എന്നാണ് കേട്ടോ. അപ്പം ഞാനും അമ്മമ്മയും കൂടിയായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാറ്. അന്നേരം ഈ ഓട് പൊടിച്ചിട്ട് ആ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമായിരുന്നു അതൊക്കെ. ഇപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പിന്നെ ഡ്രൈ ക്ലോത്ത് കൊണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ വിളക്കിലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ അത്യാവശ്യം സ്ട്രെയിൻസ് വീണിട്ടുണ്ട്. ഇതിലൊന്ന് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു തിളക്കം കണ്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വിളക്കിൻ്റെ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഹാപ്പി പ്ലാനറ്റിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഇതാ നമ്മുടെ കൈകളിൽ ഒന്നും ഒരു അഴുക്കും ഉണ്ടായിട്ടില്ല കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഈസി ടു യൂസ് ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഫീലിംഗ് നമുക്ക് കൈക്കും അനുഭവപ്പെടുന്നുണ്ട്. ബാക്കി പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മളെ കയ്യിൽ നിറയെ കറുത്ത അഴുക്കൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. ഇത് എനിക്ക് കറക്റ്റ് സമയത്താണ് കിട്ടിയത് കേട്ടോ. ഞാൻ 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നു വിളക്ക് കഴുകണമെന്ന്. അങ്ങനെ ഇന്നലെ പോയപ്പോൾ ആ ഷോപ്പിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആ പ്രൊഡക്റ്റ് തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഈ വിഷുവിന് നമ്മൾ നല്ല ഷൈനിങ് ആയിട്ടുള്ള വിളക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 300 റുപ്പീസാണ് കേട്ടോ. ഇത് ഓൺലൈൻ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുകയാണ്. ടാറ്റാ.